നമസ്കാരം. ഭാരതത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ഉന്നമനത്തിനായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വിപ്ലവകരമായ പരിഷ്കാരങ്ങളുടെ പട്ടികയിലേക്ക് പുതിയൊരു നാഴികക്കല്ല് കൂടി. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഭേദഗതി ബിൽ 2026 രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വന്നിരിക്കുകയാണ്. ലോക്സഭയിൽ വൻ ഭൂരിപക്ഷത്തോടെ പാസായ ഈ ബിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനിടയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അനീതികൾക്കും ചൂഷണങ്ങൾക്കും അറുതി വരുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അർഹരായവർക്ക് അന്തസ്സും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്ന ഒരു സാമൂഹിക സുരക്ഷാ കവചമായാണ് BJP സർക്കാർ ഇതിനെ അവതരിപ്പിക്കുന്നത്. ഈ ബില്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കൃത്യതയാണ്. മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന പല നിയമങ്ങളും ട്രാൻസ്ജെൻഡർ എന്ന പദത്തിന് വ്യക്തമായ നിർവചനം ഉണ്ടാക്കിയിരുന്നില്ല. ഇത് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടാനും അർഹരല്ലാത്തവർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാനും കാരണമായി തീർന്നു. എന്നാൽ പുതിയ ഭേദഗതിയിലൂടെ ശാസ്ത്രീയവും ജൈവികവുമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി ട്രാൻസ്ജെൻഡർ വ്യക്തികളെ നിർവചിച്ചിരിക്കുന്നു. ജന്മനാ ശാരീരികമായ വ്യതിയാനങ്ങൾ ഉള്ളവർക്കും വികസനപരമായ പ്രത്യേകതകൾ ഉള്ളവർക്കും മുൻഗണന നൽകുന്നതിലൂടെ യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ളവരിലേക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ടെത്തുന്നു എന്ന് ഉറപ്പാക്കാൻ സാധിക്കും. പ്രതിപക്ഷം ഈ ബില്ലിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. സ്വയം പ്രഖ്യാപിത ലിംഗസ്വത്വം എന്ന വാദമുയർത്തി ആർക്കും ഏത് സമയത്തും ലിംഗമാറ്റം അവകാശപ്പെടാമെന്ന സാഹചര്യം വലിയ അപകടങ്ങൾക്കും സാമൂഹിക അസമത്വങ്ങൾക്കും കാരണമാകും. അത്തരം പഴുതുകൾ അടയ്ക്കുന്നതിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ കൂടി സർക്കാർ ഉറപ്പാക്കുന്നു. ഔദ്യോഗികമായ സർട്ടിഫിക്കേഷനിലൂടെ മാത്രം ലിംഗസ്വത്വം അംഗീകരിക്കുന്നത് സുതാര്യത ഉറപ്പാക്കാനാണ് എന്നാണ് BJP MP മേധാവി വിശ്രം കുൽക്കർണി രാജ്യസഭയിൽ വ്യക്തമാക്കിയത്. വ്യാജ തിരിച്ചറിയലുകൾ വഴി ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന ഫേക്ക് വിഭാഗങ്ങളെ തടയേണ്ടത് യഥാർത്ഥ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ നേരിടുന്ന ക്രിമിനൽ ചൂഷണങ്ങൾക്ക് നിർബന്ധിത ഭിക്ഷാടനത്തിനും ഈ ബില്ലിലൂടെ അറുതി വരും. ഭേദഗതി പ്രകാരം ശിക്ഷാ നടപടികൾ കർശനമാക്കിയത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യത്തിന്റെ പ്രതിഫലനമാണ് ഈ നിയമം. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായ നീതിയും സംരക്ഷണവും നൽകുക എന്ന BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവെപ്പാണിത്. പരമ്പരാഗതമായ പല ആചാരങ്ങളുടെയും പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾ ഒഴിവാക്കി നിയമപരമായ സംരക്ഷണം നൽകുന്നതിലൂടെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് വരാൻ സാധിക്കും. ഭാരതീയ സംസ്കാരത്തിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നുവെങ്കിലും ഇടക്കാലത്ത് അവർക്ക് വലിയ അവഗണന നേരിടേണ്ടി വന്നു. സുപ്രീം കോടതിയുടെ മുൻകാല വിധിന്യായങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ പ്രായോഗികമായ വെല്ലുവിളികൾ പരിഹരിക്കാനാണ് ബില്ലിൽ ശ്രമിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ഈ നടപടി വരും തലമുറകളിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സുരക്ഷിതമായ ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്നു. ഈ ചരിത്രപരമായ ബിൽ നിയമമാകുന്നതോടെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾക്കായി ഇനി അവർക്ക് ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല. ഔദ്യോഗിക സർട്ടിഫിക്കറ്റിലൂടെ ലഭിക്കുന്ന അംഗീകാരം അവർക്ക് സമൂഹത്തിൽ മാന്യമായ ഇടം നൽകും. അർഹതയുള്ളവർക്ക് മാത്രം നീതി എന്ന നയത്തിലൂടെ സർക്കാരിന്റെ ഓരോ രൂപയും കൃത്യമായ കൈകളിൽ എത്തുമെന്ന് ഉറപ്പാക്കാൻ ഈ ഭേദഗതി സഹായിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ മറ്റൊരു വിജയമായി ഈ നിയമം മാറുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.